ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ബാങ്കോക്കിലുള്ള സഫാരി വേൾഡാണ്. ബാങ്കോക്കിൽ നിന്ന് ഒരു 1 hour ജേണി, എയർപോർട്ടിൽ നിന്ന് ഒരു 1 day സ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് സഫാരി വേൾഡ്. ഏകദേശം ഒരു 6 to 7 hours നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടാവും. മറ്റ് സൂ ആയിട്ട് ഈ സൂവിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഷോസ് ഉണ്ട്. ലൈക്ക് എലിഫൻറ്റ് ഷോ, ഒറാങ്കുട്ടൻ ഷോ, ഡോൾഫിൻ ഷോ, അങ്ങനെ ഓരോ പെർട്ടിക്കുലർ ടൈമിങ്ങിൽ ഓരോ ഷോ ഉണ്ട്. സോ നമ്മൾ ആദ്യം വന്നിട്ട് ഇവരെ നോട്ടീസ് നോക്കിയിട്ട് എത്ര മണിക്കാണ് ഏതൊക്കെ ഷോ ആണ് ഉള്ളതെന്ന് നോക്കണം. കാരണം എല്ലാ ദിവസവും പെർട്ടിക്കുലർ വിഭാഗത്തിന് ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ളൊരു ഷോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം 10:30 എലിഫൻറ്റ് ഷോ ഉണ്ടെങ്കിൽ അന്ന് ആ സമയത്ത് മാത്രമേ ആ ഷോ ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 5-6 ഷോസ് ഉണ്ട്, ബേർഡ് ഷോ ഇൻക്ലൂഡിങ് അടക്കം. അന്നേരം ആ ഒരു പെർട്ടിക്കുലർ ടൈമിങ് നോക്കിയിട്ട് വേണം നമ്മളിവിടെ പോകാൻ. അതല്ലാണ്ട് ഒരു സൂവിൽ പോയിട്ട് മൃഗങ്ങളെ കാണുന്നതൊക്കെ ഇവിടെ കുറവാണ്. മെജോറിറ്റി ഇങ്ങനെയുള്ള ഷോസാണ്. അതുമാത്രമല്ല ഒരു 10 to 15 minutes മുന്നേ പോയിട്ട് നമ്മൾ ആ ഒരു പ്രോപ്പർ സീറ്റിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കാണാനും വലിയ ഭംഗി ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല റഷും ഉണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡോൾഫിനും സീ ലയണൊക്കെ ഉണ്ട്. നല്ല ഇമ്പാക്റ്റുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒറാങ്കുട്ടൻ ഷോ ആണ്. അത് പോരാഞ്ഞിട്ട് ഒരു ഡ്രാമ പോലെ 3D എഫക്റ്റിൽ ജെറ്റ്സ്കി ഒക്കെ ആയിട്ടുള്ളൊരു ഷോ ഉണ്ട്. ഇതാ ഇതിൽ കാണുന്നത്. അതും അത്യാവശ്യം കാണാനുണ്ട്. പിന്നെ ഒരു തായ്ലാൻഡിൽ അവർ ലാംഗ്വേജ് ആയതുകൊണ്ട് മനസ്സിലായിട്ടില്ല എന്തൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്നാലും കണ്ടിരിക്കാം, ഒരു രസമൊക്കെയാണ്. ഇപ്പം നമ്മളൊരു 10 മണിക്ക് എത്തി. 10:30 മുതലുള്ള ഷോസൊക്കെ കണ്ട് ഒരു 3:30-4 o'clock ആകുമ്പോഴേക്ക് ഈ ഷോസൊക്കെ കഴിയും. അതിന് ശേഷം നമുക്ക് ഈ ആനിമൽസിനെ കാണാനൊരു ബസ് സഫാരി ഉണ്ട്. നമ്മളൊരു 1/2 hour ജേണി ഉണ്ടാവും ഈ ഫോറസ്റ്റ് കൂടിയുള്ള. അന്നേരം ഈ ഫോറസ്റ്റിലൊക്കെ നമുക്ക് ഈ മൃഗങ്ങളെ, ഇവർ വളർത്തുന്ന മൃഗങ്ങൾ തന്നെ, അതിനൊക്കെ കാണാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് റേസും മറ്റുമൊക്കെ വരുന്നത് ഒരു 1000 ബാത്താന്ന് തോന്നുന്നു പെർ പേഴ്സൺ ഇതിന് വരുന്നത്. 1000 ബാത്ത് എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യൻ മണി 2300 രൂപയോളം വരും. പിന്നെ ഇതിൻ്റെയൊക്കെ ടിക്കറ്റ്സ് നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പം തന്നെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് കുറച്ചും കൂടി ചീപ്പായിട്ട് ഇതിൻ്റെ ടിക്കറ്റ്സൊക്കെ കിട്ടും. പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ലഞ്ച് അടക്കം ഇൻക്ലൂഡ് ചെയ്യുന്ന ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. സഫാരി വേൾഡിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. ബട്ട് ഞാൻ എപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന എൻ്റെ ലിസ്റ്റിലുള്ളൊരു സാധനമാണ് സഫാരി വേൾഡ്. തായ്ലൻഡിൽ പോകുന്നവരൊക്കെ ഈ സഫാരി വേൾഡ് മിസ്സാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തായ്ലാൻഡ് ട്രിപ്പിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് പിങ് മീ. ഞാൻ അതിനെ പറ്റി വേണമെങ്കിൽ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു. ബാക്കി വീഡിയോ കുറച്ചും കൂടി ഉണ്ട്. ഞാൻ വോയിസ് നിർത്തുവാണ്. എനിക്ക് എന്തൊക്കെയോ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. സോ ബൈ ഗൈസ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ.